എന്തൊരു ചൂട്! ഇങ്ങനെ വെയില് തെളിഞ്ഞ കാട്ടുമരങ്ങൾ മാത്രമല്ല, കാട്ടുമൃഗങ്ങളും ഉണങ്ങിച്ചാവും. വിശപ്പ് കൊണ്ട് കുടല് കരിയുന്നതിനിടയില വെയില് കൊണ്ടുള്ള ഈ കരിയല്. ഒരു കാട്ടാനയുടെ ശക്തി ഉണ്ടായിരുന്നേൽ ഈ മരം പറിച്ചൊരു കുടയായി ചൂടാമായിരുന്നു. അതെന്താണ് ആ പോകുന്നത്? പറക്കും തളികയോ? ഏയ് അല്ല, പറക്കും തളിക ആകാശത്തിലൂടെയല്ലേ പോകുന്നത്. ആ നോക്കട്ടെ. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല. ഓഹോ, അപ്പൊ മാനല്ല. മഷിക്കറുപ്പാൽ മിഴി എഴുതും മീനല്ല. ഓ, അപ്പൊ മീനും അല്ല. പിന്നെ ആരാണ്? അതറിഞ്ഞിട്ട് തന്നെ കാര്യം. ആരാടാ അത്? ഇത് മുയലച്ചനായിരുന്നോ? എന്താ കുറുക്കച്ച? ഏയ് ഒന്നുമില്ല. പുറകിന്ന് കണ്ടപ്പോ എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല. ഇതെന്താണ് തലയിൽ? ഇതാണ് തൊപ്പിക്കുട. ഈ കാട്ടിൽ വന്ന ഏതോ ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയതാണെന്ന് തോന്നുന്നു. ഇത് തലയിലിങ്ങനെ വെച്ചാല് വെയില് കൊള്ളാതെ സുഖായിട്ട് നടക്കാം. കൊള്ളാം. ഇത് കിടുവല്ല, കുട. ഈ കുട കിടുവാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് എനിക്കും ഒന്ന് തരാമോ മുയലച്ച? ഇത് തന്നാ പിന്നെ ഞാൻ വെയില് കൊള്ളില്ലേ? മുയലച്ച, 2-3 ദിവസമായി എന്തോ ഒരു ക്ഷീണം പോലെ. എത്രയും വേഗം കാട്ടുവൈദ്യനെ പോയി ഒന്ന് കാണണം. ഇനിയും ഞാൻ വെയില് കൊണ്ടാ ഞാൻ ക്ഷീണിച്ച് ചത്തുപോകും. അതുകൊണ്ട് ദയവായി മുയലച്ചൻ ഈ കുട തന്ന് എന്നെ ഒന്ന് സഹായിക്കണം. വൈദ്യനെ കണ്ടുവന്ന ഈ കുട ഞാൻ മുയലച്ചന്റെ മാളത്തിലെത്തിച്ചേക്കാം. ഒരാശുപത്രി കേസായതുകൊണ്ട് മാത്രം ഞാൻ തരാം. പക്ഷേ ഇന്ന് തന്നെ തിരിച്ചു തന്നേക്കണം. തന്നേക്കാമെന്നേ ഈ കുറുക്കച്ചൻ വാക്ക് പറഞ്ഞ വാക്കാ. എന്നാ കുട പിടിച്ചോ. ആഹാ, കിരീടം വെച്ചതുപോലുണ്ട്. എന്നാ പിന്നെ ഒരു പാട്ടൊക്കെ പാടി അങ്ങ് പൊക്കോ കുറുക്കച്ച. അതെ അതെ, പാട്ട്. ഏത് പാടും? ഓ, കിട്ടിപ്പോയി. മഴ മഴ കുട കുട, മഴ വന്ന തൊപ്പിക്കുട, തൊപ്പിക്കുട മഴ വന്ന തൊപ്പിക്കുട, മഴ മഴ കുട കുട, മഴ വന്നാൽ തൊപ്പിക്കുട. ഈ പാട്ട് ഇങ്ങനെ പാടല്ലേ? അന്ന് തന്നെ തിരിച്ചു തരാമെന്ന് പറഞ്ഞല്ലേ കുറുക്കൻ കുടയും കൊണ്ടുപോയത്? അതെ അതെ. എന്നിട്ടിപ്പോ ആഴ്ച ഒന്നായല്ലോ. കുട എവിടെ? ആ കുറുക്കൻ എവിടെയെന്നറിഞ്ഞാലല്ലേ കുട എവിടെയെന്നറിയാൻ പറ്റൂ. ഓ, നിങ്ങളിങ്ങനെ തറുതലയും പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ കുറുക്കന്റെ വീട്ടിൽ ചെന്ന് വേഗം കുട വാങ്ങിച്ചോണ്ട് വാ. ആ ശരി. അയ്യോ, ആ ചിന്നമ്മയിലാണല്ലോ വരുന്നത്. അവന്റെ കുട ചോദിക്കാനായിരിക്കും. എന്തെങ്കിലും പറഞ്ഞ് അവനെ പറ്റിക്കണം. ഇല്ലെങ്കിൽ കുട തിരികെ കൊടുക്കേണ്ടി വരും. ഇത് തന്നെ സൂത്രം. വാടാ മഞ്ഞള് ചുക്കുകടുക്ക സോഡാ നീരിൽ അരച്ചു കുടിക്ക. വാടാ മഞ്ഞളും ചുക്കും കടുക്കയും ഒപ്പിച്ചു ഈ സോഡാ നീര്. ഓ, എന്താണാവോ? കുറുക്കച്ച. ആരാ? എന്താ? ഓ, ആ ചിന്നമ്മയിലല്ലേ? എന്താണാവോ? എന്താണെന്ന് മനസ്സിലായില്ലേ? അന്ന് തന്നെ തന്നേക്കാമെന്ന് പറഞ്ഞു വാങ്ങിക്കൊണ്ടുപോയ എന്റെ തൊപ്പിക്കുട എവിടെ? എനിക്കത് വേണം. ഓ, അത് മുയലച്ചാ. ഞാൻ അന്ന് വൈദ്യനെ കണ്ട് മരുന്നും വാങ്ങി വരികയായിരുന്നു. ആ പാറക്കെട്ടിനടുത്തുള്ള അമ്മച്ചിപ്പുളിമരത്തിനടുത്ത് എത്തിയപ്പോ പെട്ടെന്നൊരു ശബ്ദം. ഓ, ഈ കാലങ്കോഴി കൂവുന്നത് പോലെ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ അമ്മച്ചിപ്പുളിമരപ്പൊത്തിൽ നിന്ന് വലിയൊരു പുക. അതെന്താ? പുളിമരത്തിന് ആരെങ്കിലും തീയിട്ടോ? ഏയ്, തീയൊന്നുമല്ല, പുക മാത്രം. ആ പുകയുടെ ഉള്ളിൽ ഒരു ഭൂതം.
ഭൂതമോ? ഭൂതം, ഭയപ്പെടുത്തുന്ന ഭീകര ഭൂതം. അയ്യോ! പേടിച്ചു വിറച്ചു നിന്ന എന്നോട് ആ ഭൂത എനിക്ക് തെറ്റിയാൽ അല്ല, ആ ഭൂതം പറഞ്ഞു, ജീവൻ വേണേൽ ആ തൊപ്പിക്കൊടയും തന്നിട്ട് ഓടിക്കോളാൻ. എന്നിട്ട് കുറുക്കച്ച ഓടിയോ? ഏയ്, ഞാൻ പറഞ്ഞു എന്റെ ജീവൻ പോയാലും ഈ തൊപ്പിക്കൊട തരില്ലെന്ന്. അപ്പം ഭൂതം എന്തു പറഞ്ഞു? ഇതെന്റെ ചങ്ങായി മുയലച്ചന്റെ തൊപ്പിക്കുടയാണ്, ഇത് തരില്ലെന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. അപ്പം ഭൂതം പറഞ്ഞു, കുട തന്നില്ലെങ്കിൽ നിന്നെ തിന്നുമെന്ന്. നിനക്ക് ജീവൻ വേണോ അതോ കുട വേണോന്ന്. ഞാൻ കുടയും കൊടുത്തിട്ട് ജീവനും കൊണ്ട് ഓടി. ഇവിടെ എത്തിയതേ ഞാൻ ബോധം കെട്ടുപോയി. ബോധം തെളിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പനി. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു, ഇതുവരെ പനി മാറിയിട്ടില്ല. കാര്യം മുയലച്ചനെ വന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പനിയും കൊണ്ട് ഞാൻ അവിടേക്ക് വന്ന പനി മുയലച്ചനും പകരില്ലേ? ഈശ്വര, എന്റെ തൊപ്പിക്കുട. എന്നോട് ക്ഷമിക്കും മുയലച്ച, ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ഇനി ഞാൻ വീട്ടിലോട്ട് ചെല്ലുമ്പോ എന്റെ ഭാര്യയോട് ഞാൻ എന്തു പറയും? ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ? വേണ്ട വേണ്ട, പറഞ്ഞിടത്തോളം എല്ലാം മതിയായി. ആ തൊപ്പിക്കുട കുറുക്കന് കൊടുക്കണ്ടായിരുന്നു. ഷോ കുഞ്ഞേ, എന്താണ് നിന്റെ മുഖത്തൊരു സങ്കടം? നിന്നെ ആരോ കബളിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. ആരാണത്? എന്റെ പൊന്ന് കരടിയാശാനെ, എനിക്കൊരു തൊപ്പിക്കുട ഉണ്ടായിരുന്നു. ആ തൊപ്പിക്കുട തിരികെ തന്നോളാമെന്ന് പറഞ്ഞ് ആ കുറുക്കച്ച വാങ്ങിയതാണ്. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു, ഇതുവരെ തൊപ്പിക്കുടയും തന്നിട്ടില്ല. ചോദിച്ചപ്പോ ആ കുറുക്കൻ പറയുക, അമ്മച്ചിപ്പുളിമരത്തിലെ ആ ഭൂതം തൊപ്പിക്കുട തട്ടിയെടുത്തെന്ന്. അമ്മച്ചിപ്പുളിമരത്തിലെ ഭൂതമോ? ഈ വനത്തിലെ സകല ഭൂതങ്ങളെയും ഒരു മന്ത്രവാദിയായ എനിക്കറിയാം. കുറുക്കൻ പറഞ്ഞതുപോലെ ഒരു ഭൂതവും അമ്മച്ചിപ്പുളിമരത്തിലില്ല. അവൻ നിന്നെ കബളിപ്പിച്ചിരിക്കുന്നു. അവൻ പറയുന്നത് നുണയാണെന്ന് എനിക്കും തോന്നിയിരുന്നു. അതെന്താണ്? അതവനാ, എന്റെ തൊപ്പിക്കുട തട്ടിയെടുത്ത കള്ളക്കുറുക്കൻ. ആ തൊപ്പിക്കുടയും തലയിൽ വെച്ച് പമ്മി പമ്മി പോണ കണ്ട. മുയലച്ച, നീ ചെന്ന് അവനോട് ചോദിക്ക. അവൻ നിനക്ക് തൊപ്പിക്കുട തരും. ഇല്ലെങ്കിൽ ഞാനത് വാങ്ങിച്ചു തരാം. മുയലച്ചൻ ചെല്ല്. വേണ്ടി വന്ന തൃശൂർ പൂരത്തിന് ഉപയോഗിക്കണ മുത്തുക്കുട വരെ ഞാൻ അടിച്ചു മാറ്റും. പിന്നെയാ അവന്റെ ഒരു തൊപ്പിക്കുട. എടാ കള്ളക്കുറുക്ക, എന്റെ തൊപ്പിക്കുട ഇങ്ങ് താടാ. നീ വീണ്ടും വന്നോ? എടാ മുയലച്ച, ഈ കുറുക്കച്ചനെ നിനക്ക് ശരിക്കും അറിയില്ല. അറിയാം, ശരിക്കും അറിയാം. എങ്കി പറ, ആരാ? വടിവെക്കണടത്ത് കുട വയ്ക്കാത്ത ചതിയൻ. എടാ മുയലച്ച, ഞാനാണ് വനഭൂതം. എന്നോട് കളിക്കാൻ വന്നാൽ ഞാൻ നിന്നെ ഓന്താക്കി മാറ്റും. ജീവൻ വേണേ ഓടിക്കോ. എന്റെ തൊപ്പിക്കുട തരാതെ ഞാൻ പോകില്ല. താടാ, എന്റെ തൊപ്പിക്കുട താടാ. മിണ്ടിപ്പോകരുത്. എന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ഞാൻ നിന്നെ പറപ്പിക്കാൻ പോവുകയാണ്. ഹോം ക്രീം, ഹോം ക്രീം, ക്രീം, ഹോം ക്രീം. ആഹാ, എന്റെ തൊപ്പിക്കുട കിട്ടി. അയ്യോ, നിന്നെ പറപ്പിക്കാൻ നോക്കിയിട്ട് ഞാനാണല്ലോ പറക്കണത്. ഇതെന്തോന്ന് മറിമായം? എടാ കള്ള കുറുക്ക, ചുട്ട കോഴിയെ പറപ്പിക്കുന്ന എനിക്ക് ചുടാത്ത കുറുക്കനെ പറപ്പിക്കാനും അറിയാം. അതിന് മന്ത്രവാദമൊന്നും വേണ്ടടാ. അയ്യോ! മഞ്ചാടിക്കാട്ടിൽ ഒരു വൃദ്ധനായ സിംഹരാജൻ ഉണ്ടായിരുന്നു. അലസനായ സിംഹരാജൻ തന്റെ ഗുഹയുടെ മുന്നിലെ ആൽമരത്തിനു ചുവട്ടിൽ വിശ്രമിക്കുന്ന നേരം അവിടേക്ക് അതാ വരുന്നു മന്ത്രിയായ പുലി. അല്ലയോ രാജൻ, അങ്ങയ്ക്ക് വേണ്ടി ഇന്ന് ഞാൻ ഈ കാട് മുഴുവൻ പരതിയിട്ടാണ് ഒരു മാനെ കിട്ടിയത്. എന്നിട്ട് എവിടെ മാൻ? കൊണ്ടുവരൂ, നമുക്ക് നന്നായി വിശക്കുന്നു. ഉത്തരവ് പോലെ രാജൻ. രാജാവേ, അങ്ങയുടെ ആരോഗ്യനില വളരെ മോശം അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അതേ മന്ത്രി, ഞാൻ അത് തന്നെയായിരുന്നു ഇന്ന് മൊത്തം ആലോചിച്ചത്. നാം വൃദ്ധനായി തുടങ്ങിയല്ലേ.
എനിക്ക് യുവത്വം വേണം മന്ത്രി. ഹേയ്, വിഷമിക്കേണ്ട രാജാവേ. അങ്ങയുടെ പ്രായത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഒരു വൈദ്യൻ കാട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങയുടെ യുവത്വം തിരിച്ചു വരും. ഞാൻ വേണേൽ ആ വൈദ്യനെ കൂട്ടിക്കൊണ്ടുവരാം. ഓഹോ, അങ്ങനെയാണ്. എന്നാൽ ഉടനെ കൂട്ടിക്കൊണ്ടുവരൂ. നാം ഒന്ന് ഗർജിച്ചിട്ട് കാലങ്ങളാകുന്നു. ശരി, ഞാൻ ഉടൻ കൊണ്ടുവരാം രാജൻ. ഹോ, ഈ വൃദ്ധസിംഹത്തിനു വേണ്ടി പണിയെടുത്തു മടുത്തു. മാനിറച്ചിയെ കഴിക്കൂ. എങ്ങനെയെങ്കിലും ഈ കിഴവനെ യുവാവാക്കിയിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ. അങ്ങനെ പുലി കുറുക്കൻ വൈദ്യന്റെ വൈദ്യശാല ലക്ഷ്യം വെച്ച് നടന്നു. എടോ കഴുതേ, ആ പച്ചില ഇങ്ങെടുക്ക്. വൈദ്യരെ, ഞാൻ കഴുതയല്ല, കരടിയാണ്. നിന്റെ കാര്യത്തിൽ രണ്ട് ഒന്നാണ് ഹേ. ആ നേരം ദൂരെ നിന്നും പുലി നടന്നു വരുന്നത് കാണുന്ന കരടി, ആശാനെ, വൈദ്യരാശാനെ, ദേ നോക്ക്, ആരാ വരുന്നെന്ന്. നിന്റെ കാഴ്ചയും പോയോ? അത് നമ്മുടെ മന്ത്രി പുലിയല്ലേ? എന്താണ് രാജമന്ത്രിയായ അങ്ങ് ഇവിടെ? നമസ്കാരം കുറുക്കൻ വൈദ്യരെ. ഒന്നും പറയണ്ട വൈദ്യരെ, ഞാനൊരു വലിയ പ്രശ്നത്തില. ഓഹോ, എന്താ കാര്യം? അങ്ങയ്ക്ക് അറിയാലോ സിംഹരാജൻ വൃദ്ധനാണെന്ന കാര്യം. അറിയാം. ആശാനെ, ഈ പച്ചില എന്ത് ചെയ്യണം? നീ മുഖത്തരച്ച് തേക്ക്. അല്ല പിന്നെ ഒന്നങ്ങോട്ട് മാറി നിക്ക് കഴുതേ. വൈദ്യരെ, ആ സിംഹത്തിന് ഭയങ്കര വാശിയ. മാനിറച്ചിയെ കഴിക്കൂ. ഞാനാണെങ്കിൽ മാനെ തേടി അലഞ്ഞു മടുത്തു. ഓ കഷ്ടം. അല്ല, ഞാൻ എന്തു വേണമെന്നാ പറയുന്നേ? അതെ വൈദ്യരെ, അങ്ങയുടെ കയ്യിൽ യുവത്വം നിലനിർത്താനുള്ള മരുന്നുണ്ടെന്നും പറഞ്ഞാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓഹോ, എന്നെ കൊലയ്ക്ക് കൊടുക്കാനുള്ള തന്ത്രം? അയ്യോ അല്ല, സിംഹരാജന്റെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. പണിയെടുത്ത് മടുത്തു. വൈദ്യൻ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. പുലിയുടെ അവസ്ഥ മനസ്സിലാക്കിയ കുറുക്കൻ തനിക്ക് ഗുണമുള്ള ഒരു തന്ത്രം മെനഞ്ഞു. ശേഷം, നിങ്ങൾ ധൈര്യമായി പൊയ്ക്കോ. സിംഹരാജനെ എത്രയും വേഗം ഞാൻ യുവാവായി മാറ്റിത്തരാം. പോരെ? നന്ദിയുണ്ട് വൈദ്യരെ. ആശാനെ, ആശാനെ, കൊള്ളുന്ന ആശാനെ. ഓ, എന്റെ പൊന്നടാവേ, നീ ആ പച്ചിലെടുത്ത് മുഖത്തരച്ച് തേച്ചോ? ആശാനല്ലേ പറഞ്ഞത്? എന്തെങ്കിലും കാണിക്ക്. നീ വേഗം ഇറങ്ങ്, സിംഹരാജനെ കാണണം. പുലിയും സിംഹവും അക്ഷമരായി കുറുക്കൻ വൈദ്യനെ കാത്തിരിക്കുകയാണ്. മന്ത്രി, എവിടെ വൈദ്യൻ? അല്പം കൂടി ക്ഷമിക്കൂ രാജൻ. മരുന്നുമായി വേഗം വരാമെന്ന് പറഞ്ഞതാ. ദേ രാജൻ, നോക്ക്, വൈദ്യൻ വരുന്നു. നമസ്കാരം രാജൻ. നമസ്കാരം, നമസ്കാരം. ആരാ ഈ ജന്തു? അയ്യോ രാജാവേ, ഇത് നമ്മുടെ ഒരു സഹായി, ഒരു കഴുതയാ. കരടി, കരടി. ആ കരടി. ഭയാനകം തന്നെ. ഇച്ചിരി തേൻ കൊടുത്താ നന്നായി പണി ചെയ്യും. തീറ്റപ്രിയനാണെന്നേ ഉള്ളൂ. സഹായിയാ. ആ, ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചേ. തട്ടോ മുട്ടോ ഇടിവോ ചതവോ തൊഴിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കണ്ണിനൊരു വിളർച്ചയുണ്ട്. ഉണ്ടോ? പേടിക്കണ്ട, അതിനൊക്കെ ഉള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. ഇത് ഗജമാംസ രസായനം. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. ഇത് കലമാൻ കുഴമ്പ്. ഇത് വൈകിട്ട്, ഉച്ചയ്ക്ക്, രാവിലെ. രാജൻ, അങ്ങ് കൃത്യമായി ഈ മരുന്ന് കഴിക്കണം. പിന്നെ ഇനി മുതൽ തീരെ ചെറിയ മൃഗങ്ങളെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. മുയൽ, എലി, പല്ലി, പാറ്റ തുടങ്ങിയവ. അതും അങ്ങ് തന്നെ വേട്ടയാടി പിടിക്കണം. ഈ പറഞ്ഞതൊക്കെ കൃത്യമായി പാലിച്ചാൽ ഞാൻ ചെറുപ്പമാകുമോ വൈദ്യരെ? പിന്നെ
ഉറപ്പല്ലേ? സിംഹത്തിന് കുറുക്കന്റെ വാക്കുകൾ കേട്ട് ഒരുപാട് സന്തോഷമായി. താൻ ചെറുപ്പമാകാൻ പോകുന്നുവെന്ന് വിശ്വസിച്ച സിംഹം കുറുക്കന് നിറയെ സമ്മാനങ്ങൾ നൽകി. പോകുന്നേരം കുറുക്കൻ പറഞ്ഞു, അല്ലയോ രാജൻ, അങ്ങ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്തിനെ വേട്ടയാടിയാലും അതിന്റെ പകുതി മന്ദാരക്കുന്നിന്റെ ചെരുവിലെ ആൽമര ചുവട്ടിൽ വിശന്ന് വരുന്ന ഏതെങ്കിലും പാവപ്പെട്ട വയസ്സായ ഒരു മൃഗത്തിന് കൊടുക്കണം. അങ്ങനെ ആരെങ്കിലും അവിടെ കാണുമോ? പിന്നെ ഉറപ്പായും അവിടെ കാണും. പാതി ആ പാവത്തിന് കൊടുക്കണം. എന്നാലേ മരുന്ന് ഫലിക്കൂ. കുറുക്കൻ വൈദ്യന്റെ വാക്കുകൾ വിശ്വസിച്ച സിംഹരാജൻ തന്റെ തളർച്ച വകവെക്കാതെ ചെറുമൃഗങ്ങളെ വേട്ടയാടി തുടങ്ങി. സിംഹരാജൻ കുന്നിന്റെ ചെരുവിലെ ആൽമര ചുവട്ടിലേക്ക് നടന്നു. അവിടെ വിശന്ന് തളർന്നൊരു വൃദ്ധ കുറുക്കനെ സിംഹം കണ്ടു. ഓ ഭാഗ്യം, ഏതോ പാവം വയസ്സൻ കുറുക്കനാണല്ലോ. ഇതാ വൃദ്ധക്കുറുക്ക, ഇത് തിന്നോളൂ. നാളെ ഈ നേരം ഇവിടെ നിന്നാൽ ഞാൻ ആഹാരം തരാം. എന്റെ മഹാഭാഗ്യമാണ് അങ്ങയെ കണ്ടത്. അങ്ങ് മാത്രമാണ് രാജാവ്. ഒരുപാട് നന്ദി രാജൻ. മണ്ടൻ രാജൻ എന്നും ഇങ്ങനെ ആയ എന്റെ കാര്യം കുശാലി. അങ്ങനെ സിംഹം സന്തോഷത്തോടെ അവിടെ നിന്നും മടങ്ങി. അതൊരു പതിവായി തീർന്നു. എന്നും കുറുക്കൻ വൃദ്ധവേഷത്തിൽ സിംഹത്തെ പ്രതീക്ഷിച്ചു നിൽക്കും. സിംഹരാജന്റെ പ്രവൃത്തി ദിനം പ്രതി കൂടുന്നത് ചെറുമൃഗങ്ങൾക്കിടയിൽ കടുത്ത ഭയമുണ്ടാക്കി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം, നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മുടെ വംശം നശിക്കും. അതെ, ഒരു വഴി കണ്ടെത്തണം. എന്ത് വഴി? കാട് വിട്ട് നാട്ടിലേക്ക് പോകണമെന്ന് വെച്ചാ മനുഷ്യർ പിടിക്കും. ഇവിടെ നിന്നാൽ ആ കിഴവൻ സിംഹം പിടിക്കും. ശരിയാണ്, കാട് മുഴുവൻ കാവലുണ്ട്. നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ തീരാനാണോ ജനിച്ചത്? അല്ല, പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെയൊക്കെ പിന്നിൽ ആ കുറുക്കൻ വൈദ്യനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? വൈദ്യന്റെ സഹായമില്ലേ ആ കരടി? അവനൊരു മണ്ടനാണ്, മാത്രമല്ല ഒരു തേൻ കൊതിയനുമാണ്. നമുക്ക് അതൊരു മാർഗമാക്കിക്കൂടെ? ശരിയാവാ, നീ തേൻ കയ്യിൽ കരുതിക്കോ. അങ്ങനെ കൂട്ടത്തിലൊരു മുയലും എലിയും കൂടി കരടിയെ തേടി നടന്നു. ഹലോ കരടി ചേട്ടാ. ആരാ? മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ അങ്ങേ കാണാൻ വന്നതാണ്. എന്റെയോ? എന്തിന്? അങ്ങീ കാട്ടിലെ താരമല്ലേ, അതുകൊണ്ട് ചെറിയൊരു സമ്മാനം തരാനായി വന്നതാ. സമ്മാനമോ? എന്ത് സമ്മാനം? ഹായ്, തേൻ. തേൻ കണ്ട കരടി ആർത്തിയോടെ തേൻ കുടിക്കാൻ തുടങ്ങി. കരടി ചേട്ടൻ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. ഓഹോ, അപ്പോ അങ്ങനെയാണോ കാര്യങ്ങൾ? ചേട്ടൻ ഞങ്ങളെ സഹായിച്ചാൽ നമ്മൾ ഇനിയും തേൻ കൊണ്ടുതരാം. എങ്കിൽ ആ കാര്യം ഞാൻ ഏറ്റു. നമ്മൾക്ക് ഇപ്പോ തന്നെ സിംഹരാജനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. സിംഹത്തിന്റെ അടുത്തേക്ക് നടന്നെത്തിയ കരടിയും മുയലും എലികളും ഭയന്നെങ്കിലും സിംഹത്തോട് കാര്യം പറഞ്ഞു. അല്ലയോ സിംഹരാജൻ, അങ്ങൊരു വിഡ്ഢിയാണ്. എന്തു പറഞ്ഞു? അതെ, അങ്ങ് കള്ളനായ കുറുക്കന്റെ വാക്ക് കേട്ട് സ്വയം വിഡ്ഢിയാകുകയാണ്. സത്യമാണ് സിംഹരാജൻ. വിശ്വാസമായില്ലെങ്കിൽ ഞങ്ങൾ തെളിയിക്കാം. അങ്ങ് ഞങ്ങളെ മന്ദാരക്കുന്നിന്റെ ചരിവിലെ മരച്ചോട്ടിലുള്ള വയസ്സൻ കുറുക്കന് കൊടുത്തിട്ട് വേണയിൽ നോക്കിക്കണ്ടോ? അത് വൃദ്ധൻ കുറുക്കനല്ല, അങ്ങയെ പറ്റിച്ച കുറുക്കൻ വൈദ്യനാണ് രാജാവേ. അവർ പറഞ്ഞത് പ്രകാരം സിംഹം വൃദ്ധക്കുറുക്കന്റെ കയ്യിൽ മുയലിനെയും എലിയെയും നൽകി. ശേഷം സിംഹം കുറുക്കന്റെ പ്രവൃത്തികൾ വീക്ഷിച്ചു. മണ്ടനായ ഒരു രാജാവുള്ളത് കൊണ്ട് ബുദ്ധിമാനായ എനിക്ക് എന്നും പണിയെടുക്കാതെ ഇങ്ങനെ തിന്നാം. അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാം.
ഏ? എടാ നിന്നെ ഞാൻ നീ പറ്റിച്ചത് ഈ കാടിന്റെ രാജാവിനെയാണ്. എടാ നിന്നെ ഞാൻ അയ്യോ മഹാരാജൻ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ ഈ കാട് വിട്ടു പൊയ്ക്കോളാമേ. അയ്യോ. രാജൻ അങ്ങ് ഒന്ന് മനസ്സിലാക്കണം, എല്ലാവരും വയസ്സാകും. പക്ഷേ മനസ്സ് ശക്തമാണെങ്കിൽ ശരീരം ശക്തമായി നിലനിൽക്കും. തലവച്ചുപാറ ഗ്രാമനിവാസികൾക്ക് പട്ടണത്തിലെത്തണമെങ്കിൽ വനപാതയിലൂടെ ഏറെ ദൂരം സഞ്ചരിക്കണമായിരുന്നു. ഈ വനപാതയിൽ ആളുകളെ കൊള്ളയടിച്ചിരുന്ന 2 കൊള്ളക്കാരുണ്ടായിരുന്നു. ആ, ഇങ്ങനെയാണേൽ ആശാന്റെ പേരും ഈ ഞാൻ എഴുതി ചേർക്കും. എവിടെ? ചായക്കടയിലെ പറ്റുബുക്കിലാണോ? അല്ല ആശാനെ, പഞ്ചതന്ത്രം കഥയില് ആശാൻ ഒരു സംഭവമല്ലേ. കരടിതന്ത്ര കഥകൾ എന്ന പേരിൽ നീ പുതിയതൊന്ന് എഴുത്. എന്റെ വീരസാഹസിക കഥകൾ എല്ലാരും അറിയട്ടെ. അതിബുദ്ധിമാനും ശക്തനുമായ അങ്ങ് ഒറ്റയടിക്ക് ഒരു മാൻകിടാവിനെ നിലത്തു വീഴ്ത്തിയെന്ന് ആദ്യ വരിയായി കുറിക്കട്ടെ. അതിന് ഞാൻ ഇതുവരെയും ഒരു മാൻകിടാവിനെയും ഒറ്റയടിക്ക് വീഴ്ത്തിയിട്ടില്ലല്ലോ. ഇല്ല, പക്ഷേ ആശാനെ വീരനായകനാക്കാൻ നമ്മൾ ചുമ്മാതങ്ങ് എഴുതുവല്ലേ. അത് ശരി, ചുമ്മാ ചുമ്മാ. എന്നാ പിന്നെ ഈ കരടി ആശാൻ ഒറ്റയടിക്കൊരു സിംഹത്തെ വീഴ്ത്തിയെന്ന് ചുമ്മാതങ്ങ് കീച്ച്. എന്തായാലും താൻ എഴുതുന്നത് നുണയാണല്ലോ. ഓ, സിംഹം, ആശാന്റെ ആശ കൊള്ളാം. അത് വേണ്ട, സിംഹത്തെ തൊട്ടുള്ള കളി വേണ്ട. സിംഹരാജൻ ഈ കഥ വായിച്ച നമ്മുടെ കാര്യം കട്ടപ്പോക. ആരോ വരുന്നുണ്ട്. ആശാനെ, വിടരുതവരെ. വരൂ, എല്ലാം നമുക്ക് തട്ടിയെടുക്കണം. ഒറ്റയടിക്ക് ഞാൻ വീഴ്ത്തട്ടെ അവരെ. ആശാൻ അതിന് കഴിയും. ആശാനെ കൊണ്ടേ കഴിയൂ. അയ്യോ, കരടി കരടി എന്നെ കൊല്ലാൻ വരുന്നേ. എന്റെ പൊന്നടാവേ, പണിപാളിയല്ലോടാ. എന്താ ആശാനെ? ഇത് മുഴുവൻ ചുള്ളിക്കമ്പാണല്ലോടാ. ചുള്ളിക്കമ്പോ? എന്റെ പൊന്നാശാനെ, ഇത് കരിമ്പാ. ഇരുമ്പോ? ഓ, ഇരുമ്പല്ല, കരിമ്പ്. നല്ല മധുര കരിമ്പ്. ഓഹോ, ആഹാ. എന്നാൽ ഇന്നത്തെ കാര്യം കുശാൻ. യാത്രക്കാരിയായ സ്ത്രീയെ ഭയപ്പെടുത്തി ഓടിച്ച് അവര് കച്ചവടത്തിനായി കൊണ്ടുപോയ കരിമ്പ് മുഴുവൻ കൈക്കലാക്കിയ കരടി ആശാനും കുറുക്കനും അടുത്ത ദിവസം പുതിയ ഇരയെയും കാത്തിരിപ്പായി. ഇന്നലെ കഴിച്ച ഇരുമ്പ് ഇനിയും കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ കുറുക്കച്ച? ഹോ, മണ്ടൻ. ഇരുമ്പല്ല ആശാനെ, കരിമ്പ്. സാരമില്ല, ബുദ്ധിയില്ലേലും ശക്തി ഉണ്ടല്ലോ. എന്താടോ പറഞ്ഞേ? അല്ല, ഭയങ്കര ബുദ്ധിയാണെന്ന് പറയായിരുന്നു. ആശാൻ കരടിയല്ല, കയറ്. അല്ല, പയറാണ്. പയർ. പയറോ? എന്ത് പയറ്? പയറല്ല ആശാനെ, പയർ. തീ. ഒരാള് വരുന്നുണ്ട്. ആശാനെ, ചാടി വീഴ്. ചാടി വീണ് കൈയും കാലും ഓടിക്കാനൊന്നും ഞാനില്ല. എന്നാ പതിയെ ചെന്ന് അയാളെ പിടിക്ക്. അയ്യോ, ഈ വഴിയിൽ മൃഗങ്ങളുടെ ഉപദ്രവം ഉണ്ടെന്ന് ആളുകൾ പറയുന്നത് ശരിയാണല്ലോ. അയ്യോ, രക്ഷിക്കണേ, അയ്യോ. ആ, വിളിച്ചോ വിളിച്ചോ.
എത്ര വിളിച്ചു കൂവിയാലും തന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരില്ല. ആ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെടുന്നതാണ് നിനക്ക് നല്ലത്. ഇത് എവിടുന്നാണ് നല്ല കാട്ടുതേനിന്റെ മണം? ആശാനെ, ഈ പാത്രത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഹായ്, നല്ല തേൻ. തേൻ തുള്ളി, ഹായ് തേൻ തുള്ളി, മധുരം മധുരം തേൻ തുള്ളി, ഹായ് ഹായ് ഹായ്. ആശാനെ, എനിക്കും തായോ. വനപാതയിലൂടെ വരുന്ന ആളുകളെ കൊള്ളയടിച്ചുകൊണ്ടുള്ള കരടി ആശാന്റെയും കുറുക്കന്റെയും കാട്ടിലെ സുഖവാസം മുന്നോട്ടു പോകവേ ഒരു ദിവസം, കുറുക്കച്ച, നമ്മുടെ താവളം ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? വല്ല പുതിയ താവളവും കണ്ടുപിടിക്കണം. വേണ്ട ആശാനെ, ആശാനുള്ളപ്പോ ഏത് ഇരയെയും നമ്മൾ കീഴടക്കും. നമുക്ക് ഈ താവളം തന്നെ മതി. കുറുക്കച്ചോ, താനത് കണ്ടോ? എന്തോ തൂക്കിപ്പിടിച്ചോണ്ടൊരാൾ വരുന്നുണ്ട്. ആശാനെ, അയാളുടെ കയ്യിലിരിക്കുന്ന ചാക്കിനകത്ത് കാട്ടുതേനാണെന്ന് തോന്നുന്നു. ഹോ, വീണ്ടും തേൻ. ആളുകൾ എന്നും ഇങ്ങനെ തേൻ കൊണ്ട് വന്നിരുന്നെങ്കിൽ. ആശാന്റെ ഭാഗ്യം. എന്നും ഈ വഴി കോഴിയുമായി ആരെങ്കിലും വരണേ എന്നാണ് എന്റെ ചിന്ത. ഒരു കരടിയും കുറുക്കനും വഴിയിൽ നിൽപ്പുണ്ടല്ലോ. ഇവരാണോ ഇതുവഴി പോകുന്നവരെ ഉപദ്രവിക്കുന്നത്? എങ്കിൽ ഇവർക്കിട്ടൊരു പണി കൊടുക്കണം. ദേ, അയാൾ ഓടുന്നു. അയാളുടെ കയ്യിൽ നിന്ന് വഴിയിൽ എന്തോ വീണിട്ടുണ്ടല്ലോ. വേഗം വാ, നമുക്ക് നോക്കാം. ആഹാ, നല്ല തേൻ. തേനോ? നോക്കട്ടെ. ഇത് ശരിക്കും തേൻ തന്നെ. ഇതിനിത്തിരി കനം കൂടുതലുണ്ടല്ലോ. ചിലപ്പോ വൻതേനായിരിക്കും. ഹായ് ഹായ്, എന്തൊരു മധുരം, എന്താ ടേസ്റ്റ്. ആഹാ. ഇതിന് ഒട്ടലുണ്ടല്ലോ. ഇത് തേനോ പശയോ? അയ്യോ, അമ്പട ആശാനെ, എനിക്ക് തരാതെ തേൻ കുടിച്ചു മത്ത് പിടിച്ച് കിടക്കുവാണല്ലേ. എനിക്കും വേണം തേൻ. ആഹാ, തേൻ കുടിച്ചു മത്ത് പിടിച്ചപ്പോ എന്നോട് എടുക്കരുതെന്നോ അമ്പടാ. അയ്യോ, പശ. നാളുകളായി അനേകരെ കൊള്ളയടിച്ച് സുഖിച്ചു കഴിഞ്ഞിരുന്ന കരടിയും കുറുക്കനും അന്നൊരു കാര്യം മനസ്സിലാക്കി. മറ്റുള്ളവരോട് ചെയ്യുന്ന ദ്രോഹത്തിന് ഒരിക്കൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കിട്ടുമെന്ന്. പുഴയുടെ തീരത്തൊരു കല്ലിന്റെ മുകളിൽ നിരാശനായി ഇരിക്കുകയായിരുന്നു ഒരു കുഞ്ഞനെലി. പാവമെലി വളരെ സങ്കടത്തിലായിരുന്നു. അന്നേരം ആ വഴി ഒരു മുയലമ്മ വരികയുണ്ടായി. കുഞ്ഞനെലിയെ കണ്ട മുയലമ്മ അതിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ഏയ്, എന്താ ഇവിടെ ഇങ്ങനെ നിരാശനായിരിക്കുന്നത്? ഈ കാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ.
എലിക്കുട്ടൻ ഇവിടെയുള്ളതല്ലേ? അല്ല മുയിലമ്മേ, ഞാൻ അക്കരെ ഗ്രാമത്തിൽ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അതെയോ? പിന്നെ ഈ കാട്ടിലെങ്ങനെ വന്നു? ഇനി ആ വീട്ടിലെ ആളുകൾ ഈ കാട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. കഷ്ടം തന്നെ. ഇനി എന്തു ചെയ്യും? അറിയില്ല മുയിലമ്മേ, എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും കാണണം. പിന്നെ എന്തിനാ വൈകുന്നേ? വേഗം പോയിക്കോ. അയ്യോ മുയിലമ്മേ, എനിക്ക് നീന്താൻ അറിയില്ല. എന്നെ എങ്ങനെയെങ്കിലും അക്കരെ എത്തിക്കാമോ? നിന്നെ പോലെയാണ് ഞാനും. എനിക്കും നീന്താൻ അറിയില്ല എലിക്കുട്ടാ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണേ. നീ വിഷമിക്കണ്ട, നമുക്കൊരു വഴി കണ്ടെത്താം. നീ എന്റെ ഒപ്പം വാ. നിന്റെ പേരെന്താ? കുഞ്ഞൻ. അങ്ങനെ നമ്മുടെ കുഞ്ഞനെലിയും മുയലമ്മയും കൂടി പുഴയുടെ തീരത്ത് നിന്ന് ഉൾക്കാട്ടിലേക്ക് നടന്നു. നമ്മളിപ്പോൾ പോകുന്നത് ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്കാണ്. ചിങ്കൻ വിചാരിച്ചാൽ നിസ്സാരമായി കുഞ്ഞൻ അക്കരെ എത്താം. ഇരുവരും വളരെ പ്രതീക്ഷയോടെ ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്ക് നടന്നു. അതേ തവളച്ചേട്ടാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ പണ്ട് ഒരു ആനയെ പുറത്ത് കയറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നെ കളിയാക്കിയതാണോ? ഇവിടെ നിന്ന് പൊയ്ക്കോ, ഇല്ലേ ഞാൻ കൊത്തും. നമസ്കാരം ചിങ്ക. എന്തു വേണം? ഞാനൊരു സഹായം ചോദിച്ചു വന്നതാണ്. ഓ, ഒരു സഹായവും ഇല്ല. സഹായമൊക്കെ തീർന്നു പോയി. വേഗം തിരിച്ചു പൊയ്ക്കോ. അയ്യോ, അങ്ങനെ പറയല്ലേ. എങ്ങനെ പറയണമെന്നത് എന്റെ ഇഷ്ടം. വേഗം പൊയ്ക്കോ, ഇല്ലെങ്കിൽ എന്റെ ചുണ്ട് കണ്ടോ. വളരെ ദേഷ്യത്തിൽ നിന്നിരുന്ന ചിങ്കന്റെ അടുത്തേക്കായിരുന്നു സഹായവും ചോദിച്ചുകൊണ്ട് മുയലമ്മയും കുഞ്ഞനെലിയും എത്തിയത്. അതുകൊണ്ട് തന്നെ സഹായം കിട്ടിയതുമില്ല. ചിങ്കന്റെ അടുത്ത് നിന്ന് മുയലമ്മയും കുഞ്ഞനെലിയും മടങ്ങിപ്പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും മുയലമ്മേ? നീ നിരാശപ്പെടേണ്ട, അല്പം കാത്തിരിക്കൂ. നമുക്കൊരു വഴി കണ്ടെത്താം. ധൃതി കാണിക്കാതെ. ഇരുവരും വീണ്ടും പുഴയുടെ തീരത്തേക്കു തന്നെ തിരികെ വന്നു. അപ്പോഴാണ് മുയലമ്മയ്ക്ക് പരിചയമുള്ള ഇക്രുവാമ പുഴയിൽ നിന്ന് കരയിലേക്ക് കയറി വരുന്നത്. ദേ നോക്ക് മുയലമ്മേ, ഒരു ആമയല്ലേ അത്? ആ അതെ. അല്ല, ഇതാരാ മുയലമ്മയോ? എന്താ ഇവിടെ? ഒന്നും പറയണ്ട ഇക്രു. ഈ എലിക്കുട്ടനെ അക്കരെ എത്തിക്കാനുള്ള ഒരു വഴി ആലോചിക്കുവായിരുന്നു. ഓഹോ, അത്രേ ഉള്ളൂ. എന്റെ പുറത്ത് കയറിക്കോ എലിക്കുട്ട, ഞാൻ അക്കരെ എത്തിക്കാം. എലിക്കുട്ടാ, അബദ്ധം കാണിക്കല്ലേ. പുഴയിൽ മുതലയുണ്ട്, അത് അപകടകാരിയാണ്. അതെന്താ മുയലമ്മേ അങ്ങനെ പറഞ്ഞത്? എന്നെ ഒട്ടും വിശ്വാസമില്ലാത്തതുപോലെ. അങ്ങനെയല്ല ഇക്രു, മുതല വന്നാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുയലമ്മ ഒന്നും പറയണ്ട, എനിക്ക് പോയേ പറ്റൂ. അച്ഛനും അമ്മയും എന്നെ കാണാതെ വിഷമിക്കുകയായിരിക്കും. എനിക്കറിയാം എലിക്കുട്ടാ, നീ അല്പം കൂടി കാത്തിരിക്കൂ. നമുക്ക് മറ്റൊരു വഴി കണ്ടെത്താം. വേണ്ട വേണ്ട മുയലമ്മേ, ഞാൻ ആമച്ചേട്ടനൊപ്പം പോകുക. മുയലമ്മ വിഷമിക്കണ്ട, അപകടമൊന്നും വരാതെ ഞാൻ എലിക്കുട്ടനെ അക്കരെ എത്തിക്കാം. എന്താ പോരെ? ആമയുടെ പുറത്ത് കയറി യാത്ര തുടങ്ങിയ എലിക്കുട്ടൻ വളരെ സന്തോഷത്തിലായിരുന്നു. താൻ തന്റെ വീട്ടിലേക്ക് പോകുന്നു. അതിന്റെ സന്തോഷമാണ് അവന്. പുഴയിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കളിൽ നിറയെ തുമ്പികളും ശലഭങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. യാത്രയുടെ പകുതിയായപ്പോൾ ആമയുടെ മുന്നിലായി ഒരു മുതലയെ കണ്ട എലിക്കുട്ടൻ ശരിക്കും ഭയന്നു. അമ്പോ, മുതല! എലിക്കുട്ടാ, നമ്മൾ ഇനി എന്തു ചെയ്യും? വേഗം പോ, ഇല്ലെങ്കിൽ ആ മുതല നമ്മളെ തിന്നും. ഓഹോ, എന്നെ കടന്നു പോകാനുള്ള ധൈര്യമോ? മുതലച്ചാരെ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, വെറുതെ വിടണേ. പിന്നെന്താ, വെറുതെ വിടാമല്ലോ. അല്ലെങ്കിൽ പിന്നെ വെറുതെ വിടാം. ഇപ്പോ നിങ്ങൾ ഇവിടെ നിൽക്ക്. മുതലച്ചേട്ടാ, എനിക്ക് എന്റെ വീട്ടിൽ പോണം, വെറുതെ വിടണേ. എന്റെ മുന്നിൽ വന്നവരാരും വെറുതെ പോകാറില്ല. പാവം എലി, അതിനെ സഹായിക്കാൻ എന്താ ഒരു വഴി? ഇടോ ആമച്ചാരെ, നമുക്കിവിടെ നിന്ന് കള്ളനും പോലീസും കളിച്ചാലോ? ഞാൻ പോലീസ്, നിങ്ങൾ ഓടിക്കോ. നിങ്ങളെ ഞാൻ പിടിച്ചാൽ എന്റെ വയറ്റിലാക്കും.
ഇതേ സമയം പുഴക്കരയിലേക്ക് പോയ തുമ്പി മുയലമ്മയെ കണ്ടുമുട്ടുകയും പുഴക്കരയിൽ നടന്ന സംഭവങ്ങൾ പറയുകയും ചെയ്തു. മുയലമ്മയും തുമ്പിയും കൂടി ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്ക് വീണ്ടും പോകാൻ തീരുമാനിച്ചു. ആ ചിങ്കൻ വരുമോ തുമ്പിപ്പെണ്ണെ? വരും. അതിനുള്ള വിദ്യ എനിക്കറിയാം. മുയലമ്മ, ചിങ്കനെ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി. ദാ ആ കുളക്കരയിൽ ഉണ്ടാകും ചിങ്കൻ കൊക്ക്. ഹായ് ചിങ്കൻ ചേട്ടാ. ആരാ? എന്ത് വേണം? സഹായമാണേൽ തീർന്നുപോയി. പോയിട്ടേ അടുത്ത ദിവസം വാ. അല്ല ചേട്ടാ, സഹായമല്ല. പിന്നെന്താണ്? അതോ പുഴയിലെ ഒരു മുതല പറയുവാ, മുതലയുടെ മുന്നിൽ നിന്നും ആർക്കും ഒന്നും എടുത്തോണ്ട് പോവാൻ പറ്റില്ലെന്ന്. ഓഹോ, അവൻ അങ്ങനെ പറഞ്ഞു? അത്ര അഹങ്കാരമോ? ഓഹോ, ഇതായിരുന്നോ തുമ്പിപ്പെണ്ണിന്റെ ബുദ്ധി? അതേ ചിങ്ക, മുതല ചിങ്കനെ വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞു ചിങ്കൻ ആളൊരു കേമനാണെന്ന്, ആനയെ പോലും പുറത്തു കയറ്റിക്കൊണ്ടുപോയ ധീരനാണെന്ന്. മുയലമ്മ പറഞ്ഞതൊക്കെ ശരിയാ. ഞാനൊരു സംഭവമാണ്. അതെ ചേട്ടാ, ഞങ്ങൾ മുതലയുടെ വെല്ലുവിളി ഏറ്റെടുത്തു. ഒരു എലിയ ആമയുടെ പുറത്ത് കയറ്റി ഞങ്ങൾ മുതലയുടെ അടുത്തായി നിർത്തി. നിങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഓ, വലുതായിട്ടൊന്നുമില്ല. ചിങ്കൻ ആ എലിയെ എടുത്തുകൊണ്ട് അക്കരെ നിർത്തിയിട്ട് തിരികെ വരണം. ഓ, അത്രേ ഉള്ളൂ. ഇത് നിസ്സാരം. ഇപ്പൊ തന്നെ ചെയ്യാം. വാ, പോകാം. ചിങ്കനുമായി മുയലും തുമ്പിയും പുഴക്കരയിലേക്ക് നീങ്ങി. അതേസമയം പുഴയിൽ എടോ ആമച്ചാരെ, താൻ ഇങ്ങനെ ചെടിയുടെ ചുറ്റും നടന്നാല് എനിക്ക് തല കറങ്ങും. എന്നാ ഞങ്ങളെ വെറുതെ വിട്. അല്ലേ, കുഴപ്പമില്ല. നിങ്ങൾ ചെടിയുടെ ചുറ്റും കറങ്ങിക്കോ. മുയലമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. ഞാൻ വെറുതെ ധൃതി കാണിച്ചു. ശരിയാ, ഞാനൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടി. മുയലമ്മ പറഞ്ഞത് കേട്ടിരുന്നേ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഈ ചിങ്കനെയാണോ വെറുമൊരു മുതല വെല്ലുവിളിക്കുന്നത്? പാവം എലിക്കുട്ടൻ അങ്ങനെ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. എലിക്കുട്ടന്റെ അച്ഛനും അമ്മയും അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എടുത്തു ചാടി അപകടത്തെ വിളിച്ചു വരുത്തിയതിൽ ആമ വല്ലാതെ വിഷമിച്ചു. തുമ്പിയുടെ ബുദ്ധിപരമായ നീക്കത്തെ മുയലമ്മ വാനോളം പുകഴ്ത്തി. മുതലയെ തോൽപ്പിച്ച സന്തോഷത്തിൽ അങ്ങനെ നമ്മുടെ ചിങ്കൻ കൊക്ക് വനത്തിലെ താരമായി മാറുകയും ചെയ്തു. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം ചിക്കൻ കടകൾ മാത്രം. നാട്ടില് മുക്കിന് ചിക്കൻ കടകളായതോടെ നമ്മുടെ കാര്യം കഷ്ടത്തിലായി. പട്ടാപ്പകല് നാട്ടിലിറങ്ങിയിട്ടും കോഴി പോയിട്ട് ഒരു കോഴിത്തൂവല് പോലും കാണാനില്ല. ഇതൊരു കോഴിത്തൂവലാണല്ലോ. അപ്പോ ഈ വീട്ടിൽ കോഴിയുണ്ടെന്ന് ഉറപ്പ്. അയ്യടാ, അയ്യോ, എന്റെ തല. ഇതെന്താണ്? അമ്മേ, എന്റെ ടെക്സ്റ്റ് ബുക്ക് കാണുന്നില്ല. കാണുന്നില്ലെന്നോ? നാളെ പരീക്ഷയുള്ളതല്ലേ, പുസ്തകം അവിടെ കാണും. നീ നോക്ക്. അമ്പട മിടുക്ക, നീ ആള് കൊള്ളാമല്ലോ. പുസ്തകം പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് കാണാനില്ലെന്ന്. പഠിക്കാതിരിക്കാനുള്ള പിള്ളേരുടെ ഓരോ സൂത്രങ്ങളെ. അയ്യടാ, നല്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ. വാ വാ മക്കളെ, വാ. ഇവിടെ ഒരുപാട് കോഴികളുണ്ടെന്ന് തോന്നുന്നു. എന്റെ ഒരു ഭാഗ്യമേ. പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന് പറഞ്ഞതുപോലെ ക്ഷമയോടെ കാത്തിരുന്നാൽ എല്ലാറ്റിനെയും ഒന്നൊന്നായി അകത്താക്കാം. ഭാഗ്യം വരുമ്പോ ഒന്നിച്ചിങ് വരും ഒരു ചാക്ക് കോഴി. ഇതിനെ എല്ലാം തിന്നണ കാര്യം ഓർക്കുമ്പോ ഹായ്.
അതെ, ഇവരെ നമ്മൾ എണ്ണാൻ പഠിപ്പിച്ചല്ലോ. ഇനി നമുക്ക് ABCD പഠിപ്പിച്ചാലോ? ABCDയോ? അതെന്തോന്നാ അമ്മേ? ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. ABCD പഠിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ എങ്ങനെ പഠിപ്പിക്കും? ആര് പഠിപ്പിക്കും? അതിന് ABCD അറിയാവുന്ന നല്ലൊരു മാഷിനെ കണ്ടെത്തണം. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഓ, എന്തൊരു നടക്കാത്ത ആഗ്രഹം. എന്തായാലും ഇവർക്കിപ്പോ വേണ്ടത് ABCD അറിയാവുന്ന ഒരു മാഷിനെയാണ്. എനിക്ക് വേണ്ടതോ ഇവരെ. തൽക്കാലം ഇരു കൂട്ടരുടെയും ആഗ്രഹം നടക്കാൻ ഒരേ ഒരു വഴി മാത്രം. ഡിങ് ഡിങ്. Wow! Success! ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ ABCD പഠിപ്പിക്കാൻ പറ്റിയ ഒരാളെ പോലും കിട്ടിയില്ല. Hello! How are you, Koi Papa and Koi Mummy? Hi! Hi, children! Are you happy? കാപ്പിയോ? അമ്മേ, കാപ്പി ചോദിക്കുന്നു. കാപ്പിയും ചായ ഒന്നുമല്ല മക്കളെ. ഹാപ്പി, സന്തോഷം. ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ്. ഇംഗ്ലീഷോ? നിങ്ങളാരാണ്? ഐ ആം സോറി, എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ കുറുനരി മാഷ്. കാട്ടിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നടത്തുന്നു. ഏത് മണ്ടന്മാരെയും കുറഞ്ഞ ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞാൻ പഠിപ്പിക്കും. കഴിഞ്ഞ ബാച്ചിൽ 2 കാട്ടുകോഴി കുടുംബങ്ങളും ഉണ്ടായിരുന്നു. ഒറ്റ ഇരുപ്പിൽ ആ കുടുംബത്തെ മുഴുവൻ ABCD പഠിപ്പിച്ചവനാ ഈ ഞാൻ. പിന്നെ കാട്ടിൽ വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ വീട്ടിൽ ഞാൻ നേരിട്ട് ചെന്നും പഠിപ്പിക്കുന്നുണ്ട്. ആഹാ, കൊള്ളാമല്ലോ. ഈ മക്കളെ ഒന്ന് ABCD പഠിപ്പിക്കാമോ? ഓ, അതിനെന്താ, അതാണല്ലോ എന്റെ ജോലി. ഇവരുടെ കാര്യം ഞാൻ ഏറ്റു, ഒപ്പം നിങ്ങളുടെയും. ഞങ്ങളുടെയോ? അല്ല, നിങ്ങൾക്കും വേണമെങ്കിൽ ABCD പഠിക്കാം. പഠനത്തിന് പ്രായം ഒരു തടസ്സമല്ലല്ലോ. അതെ അതെ. ഓ, ഞങ്ങൾ ഇനിയിപ്പോ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങളൊന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം. നിങ്ങളുടെ സ്വന്തക്കാരോ അയൽവാസികളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോ. എല്ലാവർക്കും ഒന്നിച്ച് ഒറ്റയടിക്ക് അങ്ങ് ക്ലാസ് തരാം. അവരെയൊക്കെ നമുക്ക് പിന്നെ വിളിക്കാം. തൽക്കാലം മാഷ് ഈ മക്കളെ ഒന്ന് ABCD പഠിപ്പിക്കും. ഓക്കെ ഓക്കെ, മക്കളെ പഠിപ്പിക്കാം. മക്കളെ വാ, നമുക്ക് ABCD പഠിക്കണ്ടേ? ant. B-A-T bat. C-A-T cat. D-O-G dog. E-L-E-P-H-A-N-D elephant. F-A-N fan. G-U-M gum. H-E-N hen. I-C-E-Eyes. J-O-K-E-R joker. K-I-T-E kite. L
L LAMB lamb. lamb. MANGO mango. Mango. NOSE nose. Nose. ORANGE orange. Orange. PARROT parrot. Parrot. QUEN cute. Q. RAINBOW rainbow. Rainbow. ABCDEF GHIJK LM NOPQ RSTU VWXYZ. ABCDEF GHIJK LM NOPQ RSTU VWXYZ. Yes. Yes. SHEEP sheep. Sheep. TIGE your tiger. Tiger. UMBRELLA umbrella. Umbrella. VIOLAN violin. Violin. WATCH watch. Watch. XRAY X-ray. X-ray. YAK yak. Yak. ZEBR zebra. Zebra. ABCDEF GHIJK LM NOPQ RSTU VWXYZ. ABCDEF GHIJK LM NOPQ RSTU VWXYZ. ABCDEF GHIJK LM NOPQ RSTU VWXYZ. ABCD അയ്യോ അമ്മോ എന്നെ കുത്തിക്കൊല്ലല്ലേ എന്റെ അമ്മോന്റെ അപ്പോന്റെ അയ്യോ